ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവായൂർ പഴയടത്താണ് കേട്ടോ. സംഭവം എന്താ വെച്ചാലേ, ഇപ്പൊ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കിട്ടാൻ വേണ്ടി ഇപ്പൊ രണ്ടാമത്തെ ദിവസം, ചൊവ്വാഴ്ച 4-ാം തീയതി രണ്ടാമത്തെ ദിവസം. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ 4-ാം തീയതി വൈകുന്നേരം ഒരു 6 മണി 6:30 ആവാറായി. ഇപ്പൊ എന്ത് പറയണ്ടെന്ന് അറിയില്ല, നല്ല മഴക്കാണ്. എനിക്ക് 2 ദിവസമായിട്ടില്ല വെച്ചാ, 2 ദിവസം മാക്സിമം 3 ദിവസമായിട്ട് എനിക്ക് എല്ലാ അപകടമുണ്ട്. എനിക്കാണെങ്കിൽ പനിയും പോരാത്തതിന് ഇപ്പൊ ശനിയാഴ്ച കണ്ടോ, അത് 1-ാം തീയതിയാ എങ്ങാണ്ടായിട്ടായിരുന്നു ഗുരുവായൂര് വെള്ളപ്പൊക്കം അല്ലേ? അത് ശനിയാഴ്ച അത് ശനിയാഴ്ച മമ്മിയൂര് ഗുരുവായൂര്. മമ്മിയൂരൊക്കെ എന്ത് വെള്ളമായിരുന്നു അറിയോ അല്ലേ വെച്ചാ? നല്ല വെള്ളമായിരുന്നു, നല്ല വെള്ളപ്പൊക്കമായിരുന്നു. വെള്ളം കയറി. അയ്യോ നല്ലോണം വെള്ളം കയറി. ഒരു ബസ് ഓഫായി വെള്ളം കയറി. അമ്പലത്തിന്റെ ഫുള്ള് ഇത് പെയ്യോ ഇപ്പൊ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാരണം രാവിലെ ഉച്ചക്കൊന്നും വലിയ മഴ ഉണ്ടായിരുന്നില്ല അല്ലേ? രാവിലെ ഉച്ചക്കൊന്നും വലിയ മഴ, പക്ഷെ ഭയങ്കര ഇരുട്ടായി. ബിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മമ്മിയൂര് അമ്പലത്തിന്റെ ആ ഭാഗത്തിൽ വെച്ചാ, മമ്മിയൂര് അമ്പലത്തിന്റെ ആ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളക്കെട്ടായിരുന്നു. ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. എന്താ വെച്ചാൽ അത് കൂടെ നടക്കണമെങ്കിൽ തന്നെ അരപ്പൊക്കം വെള്ളമായിരുന്നു. ഏകദേശം ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഒരു ബസ് അവിടെ സ്റ്റക്കായി. അമ്പലത്തിന് നേരെ മുന്നിൽ തന്നെ സ്റ്റക്കായിട്ട് ബസ് അവിടെ ഓഫായി നിന്നു. പിന്നെ അതിലൂടെ ആൾക്കാർക്ക് സൈഡിൽ കൂടെ പോകാനുള്ള ഇതുണ്ടല്ലോ, നടപ്പാത, അതിലൂടെ പോകുമ്പോ തന്നെ ഏകദേശം ഇത്ര വെള്ളമുണ്ട്. ആ റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് കയറുന്നത് അത്ര വെള്ളം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു സമയം ഒരു മുക്കാല്, അതായത് വെള്ളമൊക്കെ കയറി അത്യാവശ്യം 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഞാൻ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലായിട്ട് റോഡുണ്ട്, അവിടെ ഇങ്ങനെ കെട്ടി, ആ ഭാഗത്ത് കെട്ടിയിട്ട് അവിടേക്ക് ആയുസ് അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം ഫുള്ള് വെള്ളത്തിലേക്കാ, വണ്ടി ഓഫ് ആവുക, ബ്ലോക്ക് ആവുക, പിന്നെ ഒരു വണ്ടിക്കും പോകാത്ത അവസ്ഥയാവും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഉള്ള വണ്ടിയൊക്കെ അവിടെ ഓഫായി നാശമായി. പിന്നെ അത് റെഡിയാക്കാൻ വേണ്ടി വന്നു. പിന്നെ മെയിനായിട്ട് എപ്പോഴും യാത്ര പോകുന്ന സ്ഥലമാകുന്നുണ്ട്. അത് തീർത്ഥാടന യാത്രക്കാരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ടൂറിസ്റ്റ് അങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒരു ബ്ലോക്ക് ആയിരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് മുൻസിപ്പാലിറ്റി ചേട്ടന്മാരൊക്കെ കിട്ടുകയും ചെയ്തു. അതും മാത്രല്ല, അന്ന് ആ ഒരു ദിവസം, അതായത് ശനിയാഴ്ച ദിവസം കേരളത്തിലെ 14 ജില്ലകളിലും നല്ല മഴയുണ്ട്. എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്, ശക്തമായ മഴയുണ്ട്. അതെ, എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറാത്തൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം വീട് മാത്രം ഉണ്ടായിരുന്നു. അതെ, കുറച്ച് ഉയർന്ന പ്രദേശങ്ങൾ, അത്ര ഉയർന്ന പ്രദേശങ്ങളിലൊരു മാത്രമുള്ള വീടുകൾ മാത്രമേ വെള്ളം കയറാതെ. ബാക്കിയുള്ള എല്ലാ വീടുകളിലും അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഫ്ലാറ്റിലായതുകൊണ്ടാണ് നമുക്കൊന്ന് വെള്ളത്തിന്റെ ആ ഒരു അറിയാൻ നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പൊ ഈ നമ്മുടെ മമ്മിയൂര് അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ചില വീടുകളിലെ കണ്ടിട്ട് കയറി, കടകളുടെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് വെള്ളം കയറി. അതുപോലെ തന്നെ നമ്മുടെ മമ്മിയൂര് നാരായണംകുളങ്ങര അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ നേരെ മുന്നിൽ തന്നെ ഒരു പലചരക്കട നടന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറയാം നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കി എടുക്കപ്പെട്ട പാട് അതെ. അത് മാത്രല്ല, നമുക്ക് ഈ സ്കൂളുണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂള്, അതിനകത്ത് തൊട്ടപ്പുറം ഒരു വഴിയുണ്ട്. അവിടെ ഒരു ചെറിയൊരു കാനം കൂടി വലിപ്പുണ്ട്, കനാലുണ്ട്, അത്യാവശ്യം വലിപ്പുണ്ട്. അതും മറിഞ്ഞ് റോഡ് ഏതാ കനാല് ഏതാന്ന് മനസ്സിലാക്കത്തില് വരെ മാറി. ഇത്ര വെള്ളം കയറി. സ്കൂളിക്ക് വെള്ളം കയറിയിട്ടില്ല, എന്നാലും കയറി കുളിച്ച് ഇങ്ങനെ കയറ്റത് വരും. അങ്ങനെ പണി ഇങ്ങനെ കേറിട്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില്, അതായത് പെട്ടെന്നുള്ള മഴ, അതായത് രാവിലെ മുതല് ഉച്ചവരെ മഴ പെയ്തുണ്ടെങ്കിൽ അപ്പൊ എത്ര മില്ലിമീറ്റർ വെള്ളം വന്നു കാണും അല്ലേ? അതുപോലെ വെള്ളം വന്നിട്ടാണ്, അതുപോലത്തെ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് മൊത്തമായിട്ട് വെള്ളം കയറാൻ കാരണം. അത് കേരളത്തിലല്ല, ഇപ്പൊ ഞാൻ അവിടെ നമ്മളെ ഈ TV-യിൽ കണ്ടു. അതായത് റാന്നി, അതായത് പത്തനംതിട്ട ജില്ലയിലെ വെള്ളം കയറി പമ്പയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പറയണ്ട. BSc ജോസ് സാറുണ്ടായിരുന്നല്ലോ, ആളുടെ വീടിന്റെ പകുതി ഫുള്ള് വെള്ളം കയറി, ഫസ്റ്റ് ഫ്ലോർ ഫുള്ളായിട്ട് അടിഭാഗം ഫുള്ള് വെള്ളം കയറി. ഭയങ്കര നാശമുണ്ടെന്ന് പറഞ്ഞു. ആലോചിക്കുക, അവിടെയൊക്കെ അങ്ങനെയാണത്, വീട് ഫുള്ള് പകുതിയാവുക. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇത് ഈ കോട്ടയം ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് എല്ലാ മക്കളും വെള്ളം കയറുന്ന പരിപാടി. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ കാണുന്ന ചളി, അത് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു കാര്യം ആലോചിക്കുക. ബുദ്ധിമുട്ടാന്ന് ആലോചിക്കുക. അത്രയും ചളി അടിഞ്ഞ് എല്ലാ തരം റൂമുകളും, അടുക്കളയിലും, ബെഡ്റൂമിലും, ഉമ്മറത്തിലും എല്ലായിടത്തും ചളി പറ്റും. അതൊക്കെ കഴുകി വൃത്തിയാക്കി പഴയ രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ടാലോചിക്കും.
അയ്യോ അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത് നമ്മുടെ ഈ മണ്ണ് ചെളി വെള്ളം മാത്രല്ലല്ലോ, അതെ ചില മരങ്ങൾ കയറി അകത്തങ്ങളൊക്കെ ഒരു അതുപോലെ തന്നെ ചിലർക്ക് പാമ്പ് കയറി, ചിലർക്ക് വലിയ വലിയ മുട്ടക്കാട്ടം മീനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആവും വീടിന്റെ അകത്ത് കൂടെ ഒക്കെ ഓരോരോ അമ്മ ഉണ്ടാവും. ജീവികളെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം എന്താ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം പറയുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊക്കെ അത് ടി വിയിൽ കാണുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെയോ, കാരണം അത്രയും വെള്ളം കയറി ആ വെള്ളത്തിൽ കൂടെ ഞങ്ങള് ഫ്ലാറ്റിലാണ് താമസിക്കണേ. അതെ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ ഇത് അനുഭവിച്ചറിയണ ആൾക്കാർക്ക് ചില മറ്റേ ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം കയറി അടിയിലത്തെ ഫ്ലോറിലൊക്കെ വെള്ളം നല്ല കടിഭാഗം ഫുള്ള് വെള്ളം കയറി ഉറപ്പല്ലേ. ഉണ്ട് ആദ്യത്തെ ഫ്ലോറിലെ ആൾക്കാരൊക്കെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് അങ്ങനെയാ. ആദ്യത്തെ അങ്ങനെയൊക്കെ ചില സ്ഥലത്തൊക്കെ എറണാകുളത്തൊക്കെ ചില സ്ഥലത്ത് കാണാറൊക്കെ. എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞ് ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വലിയ പാടനെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും. കാരണം നമ്മള് തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നല്ലേ 2 മിനിറ്റ് മുൻപ്, ആ പെയ്ത മഴ എപ്പോഴും പെയ്തോണ്ടിരിക്കുക. നല്ല ടൈറ്റ് ആയിട്ട് കാർമേഘം വന്നോണ്ടിരിക്കും. ആലോചിക്കുക അത്ര ബുദ്ധിമുട്ടോ. ഇത് ഇന്ന് രാവിലെ ഗുരുവായൂരൊന്നും വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് ഒരു 5 മണി വരെ വലിയ പ്രശ്നമില്ല. 5 മണിക്ക് ശേഷമാണ് ഈ കാണുന്ന ഇരുട്ട്. എനിക്ക് പറഞ്ഞത് തൃശ്ശൂർ ഭാഗത്ത് മഴ ഉണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് ജില്ലകളിലും വേറെ സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങോട്ട് പതുക്കെ കാരണം കാറ്റായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ. ഇത് എല്ലാ വർഷം തന്നെ സംഭവം തന്നെയാണ്, ആദ്യമായിട്ട് തന്നെ സംഭവമല്ല. പക്ഷെ എല്ലാരും സുരക്ഷിതരായിട്ടിരിക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. അതെ, കാരണം ഇപ്പൊ പല സ്ഥലത്തും ശരിക്കും പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചു. 578 ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ അത്രയും ദുരിതം അത്യാവശ്യം പ്രശ്നം മാത്രമേ തുറക്കുള്ളൂ. അത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ട് അവിടെ താമസിക്കുന്ന വീട്ടുകാർ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവിടെ നിൽക്കാൻ. ഇത് വീട്ടിലെ വെള്ളം ഇറങ്ങിയതിന് ശേഷം പോയാൽ മതി. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതെ. അപ്പൊ പ്രധാനമായിട്ടും പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും. അതിനുശേഷം വേണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇപ്പൊ വിളിക്കാനുള്ള നമ്പറൊക്കെ ഉണ്ടല്ലേ, നമ്പറും കാര്യങ്ങളൊക്കെ കടിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്പറുകളൊക്കെ ഉണ്ട്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രധാന ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ സംസാരിച്ച് അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഏതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഓണാണ് അല്ലെ, അതിന്റെ അറിയാലോ. ബുദ്ധിമുട്ടുകളുണ്ടോ കാര്യങ്ങളുണ്ടോ വെച്ചാൽ അതിന്റെ കൺട്രോൾ റൂമുകളുണ്ട്. അപ്പൊ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ജൂണും ജൂലൈയും മഴ പെയ്തിട്ടില്ല. അതെ, ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് ഓഗസ്റ്റില് ഇതേപോലത്തെ വലിയ ദുരിതങ്ങളൊക്കെ വരുന്നത്. അത് കൃത്യസമയത്ത് ചെയ്യാത്തതുകൊണ്ട് ഓവർലോഡ് പ്രഷറാണ് ഈ കാണുന്ന മഴ. ശരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 വർഷം കഴിഞ്ഞാല് കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കും. അപ്പൊ ആ ഒരു മാറ്റം ഉണ്ടായിരിക്കും, അങ്ങനെയും വരാം. അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യാതെ കുറച്ച് വഴിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കം വന്നതും അതിന്റെ മുന്നേക്ക് വെള്ളം വന്നതും ആഗസ്റ്റ് 15 ആ സമയത്താണ്. സ്വാതന്ത്ര്യദിന സമയത്താണ്, ആഗസ്റ്റ് ആ മാസത്തിലാണ് ഈ വെള്ളപ്പൊക്കം വരാറ്. ആ സമയത്താണ് ഘോരമായിട്ട് കംപ്ലീറ്റ് പെയ്യും. ആഗസ്റ്റ് 15 നമ്മള് 3 വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ പരിപാടിയെല്ലാം കണ്ട് കഴിഞ്ഞ് അതിലൂടെ കടന്നത് തിരിച്ചു പോരുമ്പോ അപ്പൊക്കെ മഴ നടന്നോണ്ടിരിക്കുകയാണ്. തിരിച്ചു പോരുമ്പോ ഞങ്ങള് വന്ന വഴിയല്ലത്, വെള്ളം കയറിയിട്ട് നോക്കുമ്പോ അത് വേറൊരു വഴിയായി. അത് ശരിക്കും വലിയൊരു എന്താ പറയാ നദിയൊക്കെ പോലെയത്. ഞങ്ങള് വണ്ടിയൊക്കെ ഓഫായി. പിന്നെ അവിടെ നമ്മള് എവിടെ നമ്മുടെ ശ്രീകൃഷ്ണ സ്കൂളിന്റെ ആ സൈഡിൽ കൂടെ അവിടെയൊക്കെ എന്ത് വെള്ളമായിരുന്നു. കാരണം ഞങ്ങള് വേറൊരു വഴി കൂടെ വരുമായിരുന്നു, ആ വഴിയില് വെള്ളമാണ്. അപ്പൊ നമുക്ക് ശ്രീകൃഷ്ണ സ്കൂളിൽ ഇതിലവരാന്ന് തോന്നുന്നത് ആ സൈഡിൽ കൂടെ വന്നു. അവിടെ വന്നപ്പോ അവിടെയും വെള്ളം, സ്കൂട്ടറൊക്കെ വണ്ടിയൊക്കെ മുങ്ങി ഓഫായി. ഒരു ഓട്ടോറിക്ഷക്കാർ വന്ന് വണ്ടിയോടെ കിടാൻ പറഞ്ഞു. ഇപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നാശം വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം ആഗസ്റ്റ് 15 കൊടി ഉയർത്തി പായസ വിതരണം കഴിഞ്ഞ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കാര്യം എപ്പോഴും ഓർമ്മയിൽ നിൽക്കും. അപ്പൊ അതുകൊണ്ട് പറയാൻ ഈ ആഗസ്റ്റ് മാസത്തിലാണ് കൂടുതലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും ഈ സംഭവങ്ങൾ കണ്ടിട്ട് വരുന്നത്. 2018 വെള്ളപ്പൊക്കം
2019 കൊറോണ ആലോചിച്ച് അടുപ്പിച്ചുള്ള ദുരിതങ്ങളൊക്കെ ദുരന്തങ്ങള് പ്രാവശ്യം വരാതിരിക്കണ ദുരിതങ്ങൾ. ചെറിയ ആവശ്യത്തിന് മഴ പെയ്ത് എല്ലായിടത്തും ആവശ്യത്തിന് വെള്ളമൊക്കെ സ്റ്റോറേജ് ആയി ഇപ്പൊ കൊണ്ടേ ദുരിതങ്ങൾ ഉണ്ടാവേണ്ടിരുന്നത്. അതാണ് പ്രശ്നം എല്ലാവർക്കും. പിന്നെ എന്തായാലും ശ്രദ്ധിക്കുക, മെയിൻ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കാന്നുള്ളതാണ് മാത്രം. ആവശ്യമില്ലാതെ റോഡിൽ കൂടെ വലിയ നൈറ്റ് ഡ്രൈവിംഗ് ഒന്നും വേണ്ട, ഇപ്പൊ എന്തായാലും വേണ്ട. പിന്നെ കളക്ടർ കുട്ടികൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്ത കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ, അതായത് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കുക. ഈ മീൻ പിടിക്കാനോ ചൂണ്ടയിടാനോ പിടിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുളിക്കാനോ എന്നും ഈ മഴയത്ത് ഇവിടേക്കും പോവാൻ നിൽക്കണ്ട. കുളിക്കാൻ ഉദ്ദേശിച്ചത് സ്വന്തം വീട്ടിലിരുന്ന് കുളിച്ചാൽ കുഴപ്പമില്ല, നാല് നാശാവും. കുളത്തിലൊന്നും പോയി കുളിക്കാൻ ഇരുന്നാ മതി. കുളത്തില് അതേപോലെ കായല്, പുഴ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെന്ന് ഇറങ്ങാതിരിക്കുക. കാരണം ഒഴുക്ക് കൂടും. ശക്തമായിട്ടുള്ള വെള്ളപ്പാച്ചിൽ വരുമ്പോ ഒഴുക്ക് കൂടും, അടിയൊഴുക്കുണ്ടാവും, ഒഴുകി പോകും. നമ്മൾ അറിയില്ല, നീന്തൽ അറിഞ്ഞാലും ചിലപ്പോ കുടിക്കാൻ നീന്തൽ അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അവര് ജസ്റ്റ് കാലൊന്ന് കഴുകാൻ കണ്ടുപോയോ ഒഴുക്ക് പണിയായി. എത്ര കേസ് പിന്നെ അതുപോലെ തന്നെ ഈ പാറ പൊട്ടിച്ചിരിക്കുന്ന കോറികൾ ഉണ്ടാവും. പാറ പൊട്ടിക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള കോറിയിൽ അതിലൊക്കെ വെള്ളം നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ടാവും. അതിലൊക്കെ അമ്മമാരുടെ കൂടെ കുളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒറ്റയ്ക്ക് പോവരുത്, ഈ മഴയത്ത് എവിടേക്ക് പോകാൻ നിൽക്കണ്ട. നമ്മൾ പഠിക്കുക. ഇനി ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഇനി പരീക്ഷ വരുന്നുണ്ട് അല്ലേ? മറ്റേ എന്താ സെപ്റ്റംബറില് ഓണത്തിന് മുന്നേ പരീക്ഷ തുടങ്ങേണ്ടത്. ഓണത്തിന് മുൻപ് പരീക്ഷ എക്സാം സ്റ്റാർട്ട് ആവും. അപ്പൊ അതെ സെപ്റ്റംബർ മാസത്തിൽ അപ്പൊ അതിന്റെ കലോത്സവം. അപ്പൊ ആ എക്സാമിനുള്ളൊക്കെ ഇരുന്ന് പഠിക്കുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. നമ്മളെല്ലാരും പഠിക്കുക. ഓണപരീക്ഷ അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ അവധി കിട്ടുമ്പോ മറ്റേ ചൂണ്ടയെടുത്ത് പോവും മീൻ പിടിക്കാൻ വേണ്ടിട്ട്. അത് വേണ്ട, വലയായിട്ട് പോകും. തെറിച്ചൊക്കെ പോണ പരിപാടി, അത് ഏറ്റി മീൻ പിടിക്കാം. പോവാതിരിക്കുക മെയിനായിട്ട്. പിന്നെ പനിയൊക്കെ പിടിച്ചാ പണി കിട്ടിയാൽ എനിക്ക് തന്നെ പണി കിട്ടി. ശബ്ദമൊക്കെ റെഡി ആയി വരണേ ഉള്ളൂ. കപക്കെട്ട് കഴിച്ച് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഇത് പറയണമെന്ന് മാത്രമാണ്, അനുസരിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. അപ്പൊ നിങ്ങള് പരമാവധി പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മള് അറിഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ പോയി ചാടണ്ട, അതുകൊണ്ട് പറയുന്നത്. അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ 14K അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു 15K ആക്കണമെന്നാണ് നമ്മുടെ എല്ലാവരും സന്തോഷവും സ്നേഹവും ലക്ഷ്യവും. അപ്പൊ 15Kയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങളുടെ ചാനൽ അറിയാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോനെ കുറിച്ചുള്ള കമന്റ്, നിങ്ങളുടെ അടുത്തുള്ള മഴയോ വെള്ളക്കെട്ടോ അത് നിങ്ങളൊന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുന്നോണ്ടാണ് കാണണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് കമന്റ് ഇടാം. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ ആവാതിരിക്കട്ടെ. അതന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.